നിരപരാധികളായ കുഞ്ഞുമക്കളെ ഫലസ്തീനിന്റെ തെരുവോരങ്ങളിൽ മിഠായി കടലാസുകളിൽ മിഠായി പൊതിയുന്നത് പോലെ കുട്ടികളുടെ മയ്യത്ത് കട്ടിലുകൾ പൊതിഞ്ഞു വെച്ച ആയിരങ്ങളെ കാണുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. നിരപരാധികളായ കുഞ്ഞുമക്കൾക്ക് അമ്മിന് നൽകാൻ കഴിയാത്ത ആയിരക്കണക്കിന് ഉമ്മമാരുടെ ചരിത്രം പറയുന്ന ഒരു കാലത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം അനുയായികളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ കുട്ടികളെ ഉപദ്രവിച്ചത്? അപ്പൊ റസൂലുള്ളാഹിനോട് അവർ പറഞ്ഞു, അത് ശത്രുക്കളുടെ കുട്ടികളല്ലേ, ശത്രുവിന്റെ മക്കളല്ലേ, നമുക്കെതിരെ ശത്രുക്കളോടൊപ്പം കടന്നു വന്നവരല്ലേ. റസൂലുള്ളാഹിന്റെ മറുപടി എന്താ അറിയാം? നിങ്ങൾ കുട്ടികളെ ഉപദ്രവിക്കുന്നത് പാപമാണ് എന്ന് പഠിപ്പിച്ച മതം. കുട്ടികളെ ഉപദ്രവിച്ച സ്വന്തം അനുയായികൾക്കെതിരെ ശബ്ദമുയർത്തിയ, കൈകൾ ചൂണ്ടിയ മാനവികതയുടെ പ്രവാചകൻ, ആ പ്രവാചകൻ എങ്ങനെയാണ് ആ മനുഷ്യരെ കൊല്ലുന്ന നിരപരാധികളെ കൊന്നൊടുക്കുന്ന ഒരു ആയുധധാരിയായി അദ്ദേഹത്തെ ചിത്രീകരിക്കാൻ മാനവിക ബോധമുള്ളവർക്ക് കഴിയുമോ?